അവന് ഡ്രോ കിട്ടിയിരുന്നു, പക്ഷെ അവനെ കണ്ടുപിടിച്ചില്ല. അഗ്നിവേശ് അത്യാവശ്യം നല്ല കളിയായിരുന്നു. ണ്ടല്ലോ ഇത്രയധികം ആളുകളുടെ ഇടയ്ക്ക് ഈ കളി നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ഇവിടെ ഇത്രയധികം ആൾക്കാരുണ്ടെങ്കിലും ആ ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കുഴപ്പമില്ല, നല്ല ടൂർണമെൻ്റ് ആണ്. കുഴപ്പമുണ്ടായിരുന്നില്ല, സാറാണ് ജയിച്ചത്. I understand English. Okay. So I came from Ernakulam. I working in Indian Navy. So I feel good here. Environment and facilities are pretty much good. Thank you. ഇതിലെ ചെസ് ലഹരി എന്നൊരു ആശയം വെച്ചുകൊണ്ടാണല്ലോ ഈ കളി നടത്തുന്നത്. അതിനെപ്പറ്റി അഭിപ്രായം എന്താ? ചെസ് എന്ന് പറഞ്ഞ ഒരു ലഹരി തന്നെയാണ്. അതായത് ചെസ് കളി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമുക്കായിട്ട് ഒരു അഡിക്റ്റാണ്. അതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ ചെസ്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് അതുപോലെ തന്നെ ലഹരി പിടിക്കുന്ന ഒന്നാണ് നമുക്ക്. കാരണം ഞാൻ ഈ ചെസ് ബോർഡിൻ്റെ മുന്നിൽ വെച്ച് നമ്മളതിന് ഓപ്പോസിറ്റ് പറയാൻ പാടില്ല. കാരണം എനിക്കൊരു കമ്പനി ഉണ്ട്, പക്ഷെ നമ്മളിത് എപ്പോഴും മൊബൈലിൽ ഓൺലൈനായിട്ട് ചെസ് കളിച്ച് നമ്മളെ ലഹരിയിൽ പിടിക്കുമ്പോൾ അതേ അവസ്ഥ തന്നെയാണ്. അതായത് നമ്മുടെ തൊഴിലിൽ വലിയൊരു ഭാഗം അധ്വാനം നമ്മൾ ചെസ്സിനെയും മാറ്റിയിരിക്കുന്നത്. അത് നമ്മുടെ തൊഴിലായാലും ബിസിനസ്സായാലും ഒക്കെ അടിമയാവരുത്. ലഹരി എന്നത് എല്ലാ ലഹരിയാണ്. കുറച്ച് പേർക്ക് അത് സിനിമ കാണുന്നതായിരിക്കും ലഹരി, ചിലർക്ക് ടൂർ പോകുന്നത്. ലഹരി എന്നത് അതിന് അടിമപ്പെടരുത്. ഇപ്പോൾ ഏറ്റവും വലിയ ലഹരി ചെസ് ലഹരി പോലൊരു ലഹരി മറ്റുള്ള ഒരു ലഹരി വസ്തുക്കൾക്കും ഇല്ല. കാരണം ചെസ് ഗെയിം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജയിക്കുന്നൊരു ഗെയിമാണ്. അപ്പോൾ തോറ്റു കഴിഞ്ഞെന്നാൽ പൂർണ്ണ ഉത്തരവാദിത്വം തോറ്റ ആൾക്കായതുകൊണ്ട് അയാൾ പിന്നെയും ആ തോൽപ്പിച്ച ആളെ തോൽപ്പിക്കുന്നത് വരേക്കും അയാൾ ആ ലഹരിയിൽ തന്നെ തുടർന്നായിരിക്കും. അതേസമയം ബാക്കിയുള്ള എല്ലാ ഗെയിമുകളും പവർ ഗെയിമും കൂടിയിട്ടാണ്. കാരണം ഒരാളെ കുറ്റം പറയാൻ പറ്റും. ഫുട്ബോൾ ആണെങ്കിൽ ഗോളിയെ കുറ്റം പറയാം, ബാക്കിനെ കുറ്റം പറയാം, ഫോർവേഡിനെ കുറ്റം പറയാം. എന്നാൽ ചെസ്സിൽ ആർക്കും ആരെയും കുറ്റം പറയാൻ പറ്റാത്തതും സ്വന്തം ഉത്തരവാദിത്തം തോൽവി അംഗീകരിക്കേണ്ടതും ആയതുകൊണ്ട് ചെസ്സിനെ പോലൊരു ലഹരി മറ്റുള്ള ഒരു ലഹരി വസ്തുക്കൾക്കും ഇന്ന് ഇല്ല. പിന്നെ നല്ല ചെസ് പ്ലെയേഴ്സ് ആരും ഇന്ന് വരെ ഒരു ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ചെസ്സിൽ ലഹരി പോലൊരു വേറൊരു ലഹരി ഇല്ല എന്ന് തന്നെയാണ് പറയാൻ. പിന്നെ ചെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 2 കണ്ണും 2 കൈയും 2 കാലും ഇല്ലാത്ത ആൾക്കും കളിക്കാൻ പറ്റുന്ന ഏക ഗെയിമാണ് ചെസ്സ്. കാരണം അത് കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം കൊണ്ടുള്ള കളിയായതുകൊണ്ട് അതിനെ ബ്രെയിൻ ഗെയിം എന്ന് പറയുന്നു. ബാക്കിയെല്ലാം പവർ ഗെയിമാണ്. ഓക്കെ, പേരെന്താ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് GHS കുനിശ്ശേരി, പാലക്കാട്. ചെസ് എന്ന് വെച്ചാൽ ചെസ് തലച്ചോറ് ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമാണ്. അതിൽ നമ്മൾ ഒരു ചെറിയ ശ്രദ്ധ തെറ്റിയാൽ മതി, നമ്മൾ ആ ഗെയിം ഫുള്ള് പോകും. നമുക്ക് എത്ര അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രാജാവിനെ ചെക്കിലായിരിക്കും. രാജാവിനെ ശരിയായ സ്ക്വയറിൽ മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ പടയാളി വെച്ച് ചെക്ക് മേറ്റ് ആവും. എന്ത് പീസ് വെച്ചും നമുക്ക് ചെക്ക് മേറ്റ് കൊടുക്കാൻ പറ്റും രാജാവിന്. ചെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു